പഴയ ഡൽഹിയുടെ തെരുവോര കാഴ്ചകൾക്കിടയിൽ ഒരുപാട് ആളുകൾ അവിടെ വട്ടം കൂടി നിൽക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് നോക്കി. ഈവനിങ് സ്നാക്സ് കഴിക്കാനായിട്ട് നിൽക്കുന്ന ആളുകളുടെ തിരക്കാണ്. ആ കൂട്ടത്തിൽ ഒരു ചേട്ടനിരുന്നിട്ട് പതുക്കനെ ഡ്രസ്സുകളൊക്കെ തയ്ച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓപ്പൺ എയറിൽ ഇരുന്നിട്ട് നല്ല രസത്തിലാണ് പുള്ളി ഇങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. പലരും വന്നിട്ട് ഡ്രസ്സുകൾ കൊടുക്കുന്നുണ്ട്, വാങ്ങുന്നുണ്ട്. അതിനിടയിൽ കണ്ട ദയനീയമായ കാഴ്ചയാണ് ഈ കുട്ടിയുടേത്. ഇവിടെ നോക്കുന്ന എല്ലാ വണ്ടിയുടെ ബാക്കിലും എഴുതിയിട്ടുണ്ട് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. പക്ഷേ കാണുന്ന കാഴ്ചകൾ നമ്മുടെ കരളലിപ്പിക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾക്ക് അടുത്തതായിട്ട് പോകേണ്ടത് ശരിക്കും ചാന്ദിനി ചൗക്കിലേക്കാണ്. മെട്രോ എടുത്ത് അവിടെ നിന്ന് അതിനുശേഷം ഓട്ടോ എടുത്തിട്ട് അതിലെ കുറേ കാഴ്ചകളൊക്കെ കാണാനുണ്ടായിരുന്നു. അങ്ങനെ കണ്ട് പതുക്കെ ഞങ്ങൾ ചാന്ദിനി ചൗക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഈവനിങ് ടൈം ആയതുകൊണ്ട് ഒരുപാട് കാഴ്ചകൾ മിസ്സായിട്ടുണ്ട്. എങ്കിലും കുഴപ്പമില്ല, ഉള്ള കാഴ്ചകൾ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ പതുക്കനെ തെരുവോരത്തിൽ കൂടെയൊക്കെ നടന്ന്, പല ആളുകളും തിരക്ക് പിടിച്ച ആളുകളാണ്, പല പല ആവശ്യങ്ങൾക്ക് വന്നിട്ടുള്ള ആളുകളാണ്, പല പല രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ്. അതിനിടയിൽ റിക്ഷ പരിപാടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് ഞാൻ ഒരുപാട് ശബ്ദങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. അതിന് തൊട്ടടുത്തൊരു മസ്ജിദ് കണ്ട്, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് കണ്ട ഒരു ബോർഡാണിത്, ചാന്ദിനി ചൗക്കിൻ്റെ. അതിനുശേഷം പതുക്കിന് ഞാൻ മസ്ജിദിൽ കയറി നിസ്കാരം കഴിഞ്ഞ് തൊട്ടടുത്ത് ഉള്ള എന്താ പറയുക ഗുരുദ്വാര ഉണ്ട്. ഗുരുദ്വാരയിൽ അത്യാവശ്യം ഫംഗ്ഷനും പരിപാടികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അധികം ആളുകളും അതിൻ്റെ അകത്തുണ്ടായിരുന്നു. പതുക്കനെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ ഒന്ന് മാർക്കറ്റിലേക്ക് എത്തി. ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് ഫോർട്ട് കാണുക എന്നുള്ള സംഭവമാണ്. അങ്ങനെ അതിനായിട്ട് ഞങ്ങൾ റിക്ഷ എടുത്ത് റിക്ഷയിലാണ് യാത്ര ചെയ്യേണ്ടത്. അവിടെ നിന്ന് അങ്ങോട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറേ നാളുകൾ ഉള്ളൊരാഗ്രഹമാണ് റിക്ഷയിൽ കയറണമെന്ന്. അങ്ങനെ റിക്ഷയിലത്തെ യാത്ര കഴിഞ്ഞിട്ട് ഞങ്ങൾ അതേ റെഡ് ഫോർട്ട് കണ്ട്. ഈ രാത്രിയിലും നല്ല ഭംഗിയിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അവിടെ കുറേ മാപ്പുകളും പരിപാടികളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നൊരു ദിവസം പകൽ വന്ന് കാണണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് സമയമില്ല. ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഗുരുദ്വാരയിൽ ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഒരുപാട് പേര് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ചില ആളുകൾ ഈ ലസ്സി ഷോപ്പ് ലക്ഷ്യമാക്കിയിട്ടാണ് നടന്നു പോണത്. അവരുടെ പിന്നാലെ പിടിച്ചപ്പോഴാണ് എനിക്ക് ഈ സംഭവം മനസ്സിലായത്. അതിന് തൊട്ടടുത്തായിട്ട് നല്ല വൃത്തിയിൽ ഒക്കെ ലസ്സി സപ്ലൈ ചെയ്യുന്ന ഒരു ഷോപ്പാണ്. നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ട്. ഈ തിരക്കൊഴിഞ്ഞ സമയത്താണ് ഞാൻ ഈ പതുക്കെ ഈ വീഡിയോ എടുത്തത്. അതിനുശേഷം തെരുവോര കാഴ്ചകൾ ഒരുപാട് കാണാനുണ്ട്. അപ്പോൾ അടുത്ത ദിവസത്തേക്കുള്ള യാത്രകൾക്കായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ റൂമിൽ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.